അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്കൗട്ട് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തടുത്ത് തന്നെ ഓരോ ദിവസമായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളൊരു വണ്ടികളുണ്ട്. ഇപ്പോൾ ഇന്ന് നാളത്തേക്ക് പിറ്റേ ദിവസം അങ്ങനെ ഓരോരോ ദിവസമായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 10-15 വണ്ടിയോളം ഫുൾ പെയിൻറ്റ് അടിച്ച് ഏകദേശം അക്സസറീസ് ഫിറ്റ്മെൻ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വണ്ടിയുടെയും. അപ്പോൾ ഓരോരോ ദിവസമായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഡെലിവറി ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം വണ്ടികളുണ്ട്. എല്ലാ വണ്ടി ഇപ്പോഴാണ് ഒന്ന് റിലീസായി വരുന്നത്. എന്താ വെച്ചാൽ ഏകദേശം ഒരു 8 മാസമൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ വണ്ടികൾക്കും നമുക്ക് വർക്ക് ചെയ്ത് ഇതുപോലെ ഫിനിഷാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒന്നിച്ച് കയറിയത് കൊണ്ട് നമുക്ക് ഈ ഘട്ടം ഘട്ടമായിട്ടല്ല വണ്ടി വന്നത്. എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ ഒരു വണ്ടി 2 വണ്ടി ഇല്ലെങ്കിൽ അടുത്ത മാസത്തിൽ 1-2 അങ്ങനെയല്ല വണ്ടി വന്നത്. വണ്ടി വരുമ്പോൾ കംപ്ലീറ്റ് ഒന്നിച്ചങ്ങ് കയറി വന്നു. നമുക്കത് ഒന്നിച്ചങ്ങ് ഇറക്കാനും പറ്റുന്നില്ല, ആകെ ലോക്കായി. പക്ഷേ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ട് ഓരോരോ വണ്ടി നമ്മൾ ആ നേരത്തെ വന്ന വണ്ടികളൊക്കെ നോക്കിയെടുത്തിട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ മൂന്നാമത്തെ വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. 4-5 പോയി, അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ ഓരോന്നായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരക്ക് കാരണം നമുക്ക് ആ ഒരു വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള വണ്ടി തന്നെയാണ്, നെന്മാറ ആ ഭാഗത്തുള്ള വണ്ടി തന്നെയാണ്. ഇതിൻ്റെ വർക്കും ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പാത്തുവിൻ്റെ ഏകദേശം ആ ഒരു ലെവലിലേക്കാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫുൾ ടിങ്കറിങ് വർക്ക് ഉണ്ട്. മെക്കാനിക്കൽ വർക്ക് ഏകദേശം ഒരു 45,000 രൂപയുടെ മെക്കാനിക്കൽ വർക്കും ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്രില്ല് നമുക്കിത് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം വെച്ചാണ്, പക്ഷേ ഫ്രണ്ട് ഗ്രില്ല് ഇത്തിരി താമസമാകുന്നുണ്ട് കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ട് തന്നെ ഏകദേശം 20 ദിവസമായി, സാധനം വന്നിട്ടില്ല. 4 പീസ് ഓർഡർ ചെയ്താണ്, ഗ്രില്ല് വന്നിട്ടില്ല, ഇതുവരെയ്ക്കും വന്നിട്ടില്ല. തൽക്കാലം ഒരു നമ്മൾ നോർമൽ ഗ്രില്ലാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് 10-700 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ലോക്കൽ സാധാ നോർമൽ ഗ്രില്ലാണ് തൽക്കാലം ഇപ്പോൾ വെച്ചെന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി കൊടുക്കണം. ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മളിത് വെച്ച് പറഞ്ഞയക്കുന്നു. ഒരു 2 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് മാറ്റാം. അത് മാറ്റാൻ വലിയ പണിയില്ല, 2 സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ മാറ്റാവുന്നുള്ളൂ. അപ്പോൾ ഗ്രില്ല് നമുക്ക് മാറ്റണം. പിന്നെ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ 2 ഫ്ലാഷർ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്, ഗ്രിൽ ലൈറ്റും വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള ലൈറ്റിംഗ് ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല, ബാർ ലൈറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ എക്സ്ട്രാ നമ്മൾ വരുന്ന ഫോഗ് ലാമ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടിക്കും നമ്മൾ ഈ ഒരു ഫോഗ് ലാമ്പ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് സെറ്റിങ്ങും ആണ്, കാണാനും കുറച്ച് LED ആയതുകൊണ്ട് കുറച്ച് നന്നായിരിക്കും കാണാനായിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ. അങ്ങനെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ ലോഗോ നമ്മൾ ഒറിജിനൽ ടൊയോട്ടയുടെ ലോഗോവും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഫ്രണ്ട് ബോണ്ട് ക്രോമൊക്കെ സാധാരണ നോർമൽ തന്നെയാണ്, അതിലൊന്നും ഓൾട്രേഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും എല്ലാ ലൈറ്റുകളും നമ്മൾ മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വന്നിട്ട് നമ്മൾ ലുമാക്സിൻ്റെ ഇട്ടിരിക്കുന്നത്, പക്ഷേ സൈഡ് ഇൻഡിക്കേറ്റർ കംപ്ലീറ്റ് നമ്മൾ OE തന്നെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബീഡിങ് ഇതിൻ്റെ ബ്ലാക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വൈറ്റ് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ കോളേജിൻ്റെ OE ബ്ലാക്ക് തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റർ എല്ലാം നമ്മൾ ഒറിജിനൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ അലോയ് വീല് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അലോയ് വീല് ഈ ഒരു ടൈപ്പിലേക്കാണ് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരമാണ് നമ്മളിത് കൊടുത്തത്. എന്ന് വെച്ചാൽ ഒരു 4-5 ടൈപ്പാണ് 114ൻ്റെ 14 സൈസിൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ അയച്ചു കൊടുത്തതിൽ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ഒരു അലോയാണിത്. അത് തന്നെ നമ്മളെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിപ്പറിൽ നമ്മൾ കളർ വന്നിട്ടൊരു ഗോൾഡിഷ് കളറാണ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ടയർ പിന്നെ പഴയ ടയർ തന്നെയാണ്, ഏകദേശം കുറച്ച് ഓടാനുള്ള കണ്ടീഷനിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടയർ ചേഞ്ച് ചെയ്തിട്ടില്ല, ടയർ പഴയ ടയർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അലോയ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കാലിപ്പർ ഈ ഗോൾഡിൻ്റെ ഫിനിഷിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ ആ ടയർ മാറുമ്പോൾ അവർ യോക്കോഹാമയുടെ ടയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാണാനും. അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ മിറർ സാധാ നോർമൽ മിറർ തന്നെയാണ്, OE വരുന്ന ടൈപ്പ്. ഇത് OE അല്ല, നോർമൽ വരുന്നതാണ്. ആ ഒരു ടൈപ്പിലുള്ള മിറർ തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈപ്പർ ബ്ലേഡ് നമ്മൾ ക്രിസ്റ്റിക്കൊക്കെ വരുന്ന പോലുള്ള വൈപ്പർ ബ്ലേഡാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൺവൈസർ കാര്യങ്ങൾ, ഔട്ടറിൽ എല്ലാ ഹാൻഡിലുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്രോമാക്കി ഇതിനകത്ത് മാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കളർ തീം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കും. ഇതും കസ്റ്റമറുടെ ഇഷ്ടമാണ്. നമ്മൾ ഒരു 10-100 വണ്ടിയോളം സീറ്റിൻ്റെ കവറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരേതാണോ ചൂസ് ചെയ്യണത് ആ ഒരു ടൈപ്പിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഈ ഒരു കളർ ടൂണിൽ ഡാഷ്ബോർഡും സീറ്റിൻ്റെ അതേ കളർ ടൂണിലാണ് ഡാഷ്ബോർഡ്, അതുപോലെ സ്റ്റിയറിംഗ് വീലിൻ്റെ കവർ, അതുപോലെ ആംറസ്റ്റ്, ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഡോർ പാഡും അതേ ടൂണിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബേസ് വേരിയൻ്റാണ്. ബേസ് വേരിയൻ്റ് പവർ സ്റ്റിയറിംഗ് AC ഉള്ള വണ്ടി. പവർ വിൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിൽ നമ്മൾ പവർ വിൻഡോ ചെയ്തിട്ടില്ല. പവർ വിൻഡോ നോർമൽ തന്നെയാണ് അതിനകത്ത് ഡോർ പാഡിനകത്ത് ഇരിക്കുന്നത്. ഇത് ഫ്രണ്ട് ഡോർ മാത്രമേ വരികയാണെങ്കിൽ പവർ വിൻഡോ വരുള്ളൂ. അതുകൊണ്ട് കസ്റ്റമർ പവർ വിൻഡോ വേണ്ടാന്നാണ് പറഞ്ഞത്. പിന്നെ അത് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം, ഹമാൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. JBLൻ്റെ സ്പീക്കേഴ്സും ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റം JBLൻ്റെ ഫുൾ സിസ്റ്റം വരുമ്പോൾ തന്നെ നമുക്ക് സൗണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ബാക്കിലേക്കാണെന്നുണ്ടെങ്കിലും സെൻട്രൽ ഡോർ ആണെങ്കിലും ഫ്രണ്ട് ഡോർ 6 ഇഞ്ചിൻ്റെ എല്ലാ 4 സ്പീക്കറും, അതുപോലെ തന്നെ ബാക്കിലേക്ക് 600 വാട്ട്സിൻ്റെ ഓവൽ സ്പീക്കറും വയ്ക്കുമ്പോൾ തന്നെ
നമുക്ക് സബിൻ്റെ ആവശ്യമില്ല. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ പക്കാ ക്ലാരിറ്റി ആയിരിക്കും. കളർ ടൂണും ഒരേ ടൂണിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ബട്ടർഫ്ലൈ സീറ്റാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് ഫുൾ ലൈൻ സീറ്റായിരുന്നു. നമ്മളത് കൺവേർട്ട് ചെയ്തിട്ട് പോളിസിൻ്റെ തന്നെ ഒറിജിനൽ സീറ്റ് എടുത്തിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്, ബാക്ക്, എൻ്റെ ബാക്കിൽ പിന്നെ നോർമലി അവർ ഓൾട്ടർ ചെയ്ത് വന്നിട്ടുണ്ട്. സൈഡ് സീറ്റായിരുന്നു, അവർ തന്നെ ഓൾട്ടർ ചെയ്തിട്ട് അത് ഫ്രണ്ട് സീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ വണ്ടിയുടെ സീറ്റ് വെച്ചിട്ട് അത് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും സീറ്റ് മാറ്റി, ഇതും ലൈനായിരുന്നു അതും ലൈനായിരുന്നു സീറ്റ്, അത് മാറ്റി നമ്മൾ സിംഗിൾ സീറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോളും നമ്മൾ ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്നോവയുടെ സെൻട്രൽ കൺസോൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹോള് വരും. ആ ഹോള് നമ്മൾ റെക്സിൻ വെച്ച് നീറ്റായിട്ട് അടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ആൻഡ്രോയിഡ് ഇന്നും വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗിയർ ലിവർ ബെൻഡാക്കേണ്ടി വരും. ബെൻഡാക്കുമ്പോൾ നമുക്ക് എവിടെയും മുട്ട പിടിക്കുകയൊന്നുമില്ല, ചെറിയൊരു ബെൻഡിൽ നിൽക്കുന്നത് മാത്രം, അത്രേ ഉള്ളൂ. കയ്യെ മുട്ട പിടിക്കുകയൊന്നും ചെയ്യില്ല. കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റിയറിംഗ് വീലാണെന്നുണ്ടെങ്കിലും സെൻറ്റർ കപ്പ് വന്നിട്ട് ആ സീറ്റിൻ്റെ കളർ ടൂണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ബ്ലാക്ക് വന്നിട്ട്, ഇത് നമ്മൾ എപ്പോഴും ബ്ലാക്ക് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ ചിലപ്പോൾ കയ്യിൽ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കളർ കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നരച്ച കളറാവും. പിന്നെ അതുപോലെ തന്നെ എത്ര തന്നെ നമ്മളെ കൈ വൃത്തിയാക്കിയാലും ചെറിയ ചളി ഉണ്ടാവും. വൈറ്റും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കൊടുക്കേണ്ട അവിടെ ഇത് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചളി കയറി ആകെ നാശമായിരിക്കും, പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ AC നേരത്തെ വർക്കിംഗ് ആയിരുന്നില്ല. ഞാൻ കസ്റ്റമർ അടുത്ത് പറഞ്ഞപ്പോൾ പഴയ തന്നെ റിപ്പയർ ചെയ്ത് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ AC തന്നെ ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. റൂഫ് ടോപ്പ് നമ്മൾ മാറിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലേക്കാണ് വരുന്നത്. നമ്മൾ ഒറിജിനലും ഇതും നമ്മൾ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ടാവും. മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത്. പെട്ടെന്ന് അഴുക്കാവും, നമ്മളത് ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കണം. ഈ ഒരു ടൈപ്പിലേക്കാണ്. പിന്നെ നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിലും എല്ലാ വണ്ടിക്ക് വെക്കുന്ന പോലെ ഇതിനകത്തും വെച്ചിട്ടുണ്ട്. ബാക്ക് റോയിലെ സീറ്റാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഫ്രണ്ടിൽ അതേ സീറ്റിൻ്റെ ടൂണിലേക്ക് തന്നെ ഈ ബാക്ക് റോ സീറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒറിജിനൽ RSൻ്റെ സീറ്റ് തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പോളിസിൻ്റെ ഏതാണോ സീറ്റ് വരുന്നത് ആ സീറ്റ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിറ്റ്മെൻറ്റിനും കുറച്ച് ഈസി ആയിരിക്കും. വേറെ ഏതെങ്കിലും സീറ്റ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓൾട്രേഷൻ ചെയ്യണം. പിന്നെ ആ കമ്പി അങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ മാക്സിമം നമ്മൾ സീറ്റുകളൊക്കെ ഒറിജിനൽ തന്നെ നമ്മൾ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വർക്കും കുറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓൾട്രേഷൻ വർക്ക് കുറച്ച് കൂടുതലാകും, ക്ലാമ്പും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വ്യത്യാസം പോലെ നമുക്ക് തോന്നും. RSൻ്റെ ഒക്കെ കോളിസിൻ്റെ തന്നെ വരുമ്പോൾ നമുക്കത് കറക്റ്റ് ഫിറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കാണാനും നല്ല ടൂൺ കറക്റ്റായിരിക്കും. അതുപോലെ തന്നെ റിയറിലെ ഡോർ പാഡും നമ്മൾ ആ ഫ്രണ്ടിൽ അതേ ഡോർ പാഡ് പോലെ തന്നെയാണ് റിയറിലെ ഡോർ പാഡും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ JBLൻ്റെ സ്പീക്കർ സെറ്റ് ചെയ്യുന്നുണ്ട്. മിക്ക വണ്ടികളിലും നമ്മൾ ബാക്കിൽ സ്പീക്കർ ഉണ്ടാവില്ല, നമ്മൾ അത് അഡീഷണൽ ആയിട്ട് എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലും ആ ഒരു നമുക്ക് ഇത്രയും ലോങ് വണ്ടി ആയതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും മാത്രം സ്പീക്കർ ആകുമ്പോൾ നമുക്ക് കേൾക്കാനൊരു രസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റ് നമുക്ക് അത്രയ്ക്കും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു 6 സ്പീക്കർ സിസ്റ്റം വരുമ്പോൾ സൗണ്ട് ക്വാളിറ്റി അത്രയും പെർഫെക്ഷൻ ആകും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് കേൾക്കാനും വണ്ടി ഓടിച്ച് ആസ്വദിച്ച് പോകാനും നമുക്ക് അതിനകത്ത് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും നമ്മൾ ഡ്രമ്മിൽ ആ ഫ്രണ്ടിലെ കാലിപ്പറിൻ്റെ അതേ കളർ ടൂൺ തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ടൂണ് സിൽവറും ഇതും കൂടെ ആകുമ്പോൾ കറക്റ്റ് മാച്ചാണ്. ഇല്ലാതെ നമ്മൾ മറ്റേ റെഡ്, യെല്ലോ, ബ്ലൂ അങ്ങനെയുള്ള കൊടുക്കുന്നതൊക്കെ ഓൾഡ് മോഡലുമാണ്. അത് എനിക്ക് കറക്റ്റായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആ റെഡും യെല്ലോ ഒക്കെ ഒന്ന് അടിക്കാനായിട്ട് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ അത് അടിച്ച് കൊടുക്കും, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു കളർ, കോപ്പർ കളറ്, ഗോൾഡ്, ഇതുപോലൊരു ഗോൾഡ് കളർ, അതൊരു മാറ്റ് ഫിനിഷിങ്ങും അതുപോലെ തന്നെ നമുക്ക് ആ അലോയ്ക്ക് നല്ലൊരു മാച്ചിങ് കിട്ടും ഇതാകുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഗോൾഡിഷ് കളറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൽ ബാക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ. പിന്നെ റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ സ്കേർട്ടും ലിപ്പും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ നോർമൽ നേരത്തെ അടിക്കുന്ന പോലുള്ള കളർ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ബോഡി കളറും അതുപോലെ തന്നെ എലിഫൻറ്റ് ഗ്രേയും ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ള വണ്ടികൾക്ക് നമുക്കത് മാറ്റി പിടിച്ച് കംപ്ലീറ്റും ഈ ഒരു ബോഡി കളർ സിൽവർ കളറിലേക്ക് കൊണ്ടുവരണം. അതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലുള്ളതുപോലുള്ള ആ കളർ ടൂണിലേക്ക് കൊണ്ടുവരണം. അത് കുറച്ചുകൂടെ നമുക്ക് നന്നായിരിക്കും കാണാനായിട്ട്. പിന്നെ ബാക്കിലേക്ക് വൈപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ RSലേക്ക് വരുന്ന നമ്പർ പ്ലേറ്റ് ഗാർണിഷ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ടൈലൈറ്റും അതുപോലെ തന്നെ ഡിക്കിയുടെ റിഫ്ലാക്ടറും ഒറിജിനൽ തന്നെ നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ലൈറ്റുകളെല്ലാം നമുക്ക് ഉടനടി കിട്ടുന്നുണ്ട്. ഈ ഗ്രില്ല് ക്രോമ്, മറ്റേ ഡിക്കിയിലെ ക്രോമ്, ബോണ്ടിലെ ക്രോം, ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് റെയർ ആവുന്നത്, കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാകുന്നത്. ബാക്കി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഓർഡർ ചെയ്താൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സാധനം വരുന്നുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അത് ബാക്കിയുള്ളത് മാത്രമാണ് നമുക്ക് ഇത്തിരി ഡിലേ വരുന്നത്. പിന്നെ നമ്മൾ സൈലൻസറിൽ ഒരു ഡബിൾ മഫ്ലർ സൈലൻസറും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിൽ 2 ലൈറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.